പക്ഷെ ശ്രീ ജയചന്ദ്രൻ രാഷ്ട്രീയ വേട്ടയാടലാണെങ്കിൽ എന്തേ പെട്ടെന്ന് ഈ പ്രതിഷേധങ്ങളും ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പോലും അത് പറയാനുള്ള ധൈര്യവും പാർട്ടിക്കില്ലാതെ പോയത്, പാർട്ടി പ്രതിനിധികൾക്കില്ലാതെ പോയത്? നന്നായിട്ട് അറിയായിരുന്നു ഈ കുരുങ്ങി. അത് ജനങ്ങൾ കാണുകയല്ലേ ഇത് രാഷ്ട്രീയ വേട്ടയാടലാണോ അല്ലയോ എന്നുള്ളത് ജനങ്ങൾ നിശ്ചയിച്ചോളൂന്നേ. അത് ജനങ്ങളിപ്പം മനോരമ ന്യൂസിൽ കൂടെയും ജനങ്ങൾ കാണുകയല്ലേ ഇതൊക്കെ. ഇത്രയും ഈ 26-ാം തീയതി മുതലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് വീണയെ തപ്പിയാണ് വരുന്നതെങ്കിൽ, വീണയുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതെങ്കിൽ എന്തിനാണ് കണ്ണൂരും കോഴിക്കോടും ഒക്കെ പോയി തപ്പി നടക്കുന്നത്? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവരുള്ളത് എവിടെയാണെന്ന് മനസ്സിലാക്കി അവരെ ചോദ്യം ചെയ്യേണ്ടത് അറിയാനിട്ടല്ലോ. കോഴിക്കോട് വീണയുടെ ഭർത്താവിന്റെ വീടാണ്, അതും ജനങ്ങൾ അവരുടെ തറവാടാണ്. ഈ രേഖകൾ തപ്പുമ്പോൾ ഈ രേഖകൾ അവർ വെക്കാൻ സാധ്യതയുള്ള ഇടങ്ങളൊക്കെ പരിശോധിക്കും. പാർട്ടി ഓഫീസിലൊന്നും ഇ ഡി കയറിയില്ലല്ലോ. പാർട്ടി ഓഫീസിന്റെ അഡ്രസ്സ് പോലും അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ ഇ ഡി കയറിയതുമില്ല. അല്ല, ഇത് ഈ വീണയെ ചോദ്യം ചെയ്യാനാണല്ലോ പോയത്, അല്ലാതെ രേഖകൾ തപ്പിപ്പോയതല്ലോ. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമയിൽ തട്ടിമൂളിക്കണം. ഇത്രയൊക്കെ പണം ശ്രീ ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടുമോ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ? ശ്രീനിഷ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും സ്വന്തമായിട്ട് ഇതേപോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് കമ്പനി തുടങ്ങുമായിരുന്നു. നിങ്ങൾ അതിന് കിടക്കും. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നോക്കൂ, ഇത് വളരെ അപഹാസ്യമായിട്ടുള്ള IT ജോലി എന്താണ് എന്നതിനെ കുറിച്ച് ABCD അറിയാത്ത ഒരാളിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണ്. ഈ കൺസൾട്ടൻസി എന്ന് പറഞ്ഞുകൊണ്ട് വീണ SFIയുടെ മുന്നിൽ പറയുന്നത് അവർ കൊടുത്തിരിക്കുന്ന മഹത്തായ ഉപദേശം എന്ന് പറയുന്നതിൽ ഒന്ന്, ഈ സോഫ്റ്റ്വെയർ അവരുടെ സിസ്റ്റത്തിൽ വെക്കണം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. രണ്ടാമത്തേത് സെർവർ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ്. ഇതൊക്കെ തന്നെ ഒരു കൺസൾട്ടന്റിനെ ഇല്ലാതെ തന്നെ ഏതൊരു കമ്പനിയിലുള്ള IT ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഇവർ കൊടുക്കുന്ന ഒരു മഹത്തായ കൺസൾട്ടൻസി അഡ്വൈസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഓപ്പറേഷൻസ് സ്ട്രീംലൈൻ ചെയ്യാനായിട്ട് ഒരു ERP സോഫ്റ്റ്വെയർ വേണം എന്നുള്ളതാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അവരുടെ HR, പേറോള്, ഇൻവെന്ററി, ഫൈനാൻസ്, സപ്ലൈ ചെയിൻ, ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ERP സോഫ്റ്റ്വെയർ വേണം. എന്നാൽ അത് ചെയ്യാനായിട്ട് എക്സാലോജിക്ക് 2 വർഷം അതിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രം ചെലവാക്കുകയാണ്. അപ്പൊ ആ സമയത്തൊന്നും തന്നെ ഇതിന് രേഖയില്ല. എല്ലാം ഇൻ പേഴ്സൺ മീറ്റിംഗിലാണ് ഇവർ പറയുന്നത്. ഈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അത്യാവശ്യമില്ല എന്നും പറയുന്നുണ്ട്. ആണോ? ഭയങ്കര അത്യാവശ്യമില്ല എങ്കിൽ പിന്നെ വെറുതെ ഒരു മാസം 8 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് എന്തിനാണ് ഒരു കമ്പനിയെയും ഒരു ഇൻഡിവിജ്വൽ കൺസൾട്ടന്റിനെയും വെക്കുന്നത് എന്നൊരു ചോദ്യമില്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ ജയചന്ദ്രൻ. പക്ഷെ താങ്കൾക്കറിയാമോ വീണ തൈക്കണ്ടിയിലെ കമ്പനി എന്ത് സേവനമാണ് CMRL കൊടുത്തത്? ഇത് എന്റെ കാര്യമല്ലല്ലോ, കോടതിയിലെ കാര്യമല്ലേ. കോടതി പറയട്ടെ. ഞാൻ ഇവിടെ ആരും ഇത് കോർട്ട് റൂമൊന്നും അല്ലല്ലോ. അപ്പോൾ അത് എനിക്കറിയാമോ എന്ന് താങ്കളുടെ ചോദ്യം ചോദിച്ച് എൻ്റെ മറുപടി വാങ്ങിച്ച് ഫിനിഷ് ചെയ്യണ്ട. കോടതി ഇരിക്കുന്ന ഒരു കേസാണല്ലോ. ആ കേസ് അതിന്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെന്നേ. അതല്ലേ ഏറ്റവും നല്ലത്. ഒരു സേവനവും കൊടുക്കാതാണ് ഇക്കണ്ട പണം അത്രയും വാങ്ങിച്ചത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ, SFI റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കണ്ടതിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഇവരെന്ത് സേവനമാണ് കൊടുത്തതെന്ന്. താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് മുഴുവനും എന്താണെന്നുള്ളതിന് നാൾ വഴി അടക്കം എനിക്കറിയാം. അതിവിടെ പറയാൻ സമയമില്ലല്ലോ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്ക. അത് ഏറെ സമയം എടുക്കുന്ന റിപ്പോർട്ട് കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.